പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷൻ അറസ്റ്റിൽ. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ നാട്ടിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാധിക്കലി തങ്ങളുടെ ബന്ധു വഴി 15 കോടി തട്ടാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, നേരത്തെ തന്നെ ഈ ലക്ഷ്യം വെച്ച് നടന്ന പ്രവൃത്തിയാണ് എന്നത് വ്യക്തമായിരുന്നു. പക്ഷേ ഈ പ്രതി ഒളിവിലായിരുന്നു. എങ്ങനെയാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്? രേണുക, ഇന്നലെ രാത്രിയാണ് അങ്ങാടിപ്പുറത്ത് വെച്ച് പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഒളിവിലായിരുന്നു. ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. തുടർന്ന് പോലീസിന്റെ ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇയാളെ നാട്ടിലെത്തിക്കാനും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനും സാധിച്ചത്. നേരത്തെ തന്നെ ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. കാപ്പ കേസ് ചുമത്തിയിരുന്നു ഇയാൾക്കെതിരെ. തുടർന്ന് മാനസികമായ പ്രശ്നങ്ങളുണ്ട്, മാനസികമായ വിഷമങ്ങളുണ്ടെന്ന് കാണിച്ച് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചാണ് ഇയാൾ ഈ കാപ്പയിൽ നിന്ന് പിൻവലിച്ചത്. കാപ്പ കേസുകൾക്കെതിരെയുള്ളത് പിൻവലിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ രണ്ട് സംഭവങ്ങളിലാണ് പരാതികളുള്ളത്. ഒന്ന്, മുയലിത്തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, 15 കോടി ആവശ്യപ്പെട്ടു എന്നുള്ളത്. ഈ കേസാണ് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, സാധിക്കലി തങ്ങളെ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയതിന് സൈബർ പോലീസും മറ്റൊരു കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ മറ്റൊരു അറസ്റ്റും ഉണ്ടാകും. ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അല്ലേ? നിലവിൽ ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാളെ അപകീർത്തിപ്പെടുത്തുന്നതിനും മറ്റു പ്രചരണങ്ങൾ നടത്തുന്നതിനും ഉപയോഗിച്ച മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനു പുറമെ വേറെ കൂടുതൽ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഈ മോർഫിംഗ് നടത്തുന്നതോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് നിർമ്മിച്ചതോ ആയ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ അടങ്ങിയ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ തുടങ്ങിയ സാമഗ്രികളും കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു വലിയ തോതിൽ തന്നെ പ്രചാരം നടത്തുമെന്ന് വിചാരിച്ചായിരുന്നു ഇയാൾ ഇത്തരത്തിലൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതുവഴി ഇത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ രാഷ്ട്രീയ കേരളം ഒന്നാകെ അത് അവഗണിച്ചതോടെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. രേണുക, ശരി. CV അനുമോദാണ് നൽകിയത്. അന്യ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നതാണ് പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.